നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ അറിയാൻ നാം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒന്നാണ് നമ്മുടെ കേൾവിശക്തി. പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം സത്യമാണോ? അതോ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ പറ്റിക്കുകയാണോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈക്കോ അക്വസ്റ്റിക്സിനെ കുറിച്ചാണ്. അതായത് ശബ്ദവും നമ്മുടെ മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമ്മുടെ ചെവികൾ എങ്ങനെയാണ് നമ്മെ കബളിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റോംബസ് സയൻസ് ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചെവി ഒരു മൈക്രോഫോൺ പോലെയല്ല പ്രവർത്തിക്കുന്നത്. എല്ലാ ഫ്രീക്വൻസികളെയും അത് ഒരുപോലെയല്ല സ്വീകരിക്കുന്നത്. ഇതിനെയാണ് ഫ്ലെച്ചർ മൺസൺ കർവ് എന്ന് വിളിക്കുന്നത്. മനുഷ്യൻ്റെ ചെവിക്ക് 2 കിലോ ഹെർട്സ് മുതൽ 5 കിലോ ഹെർട്സ് വരെയുള്ള ശബ്ദങ്ങളോട്, അതായത് സംസാരം, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, ഇവയോട് കൂടുതൽ സെൻസിറ്റിവിറ്റി പ്രകടിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഒരേ ഇൻറ്റൻസിറ്റിയുള്ള 20 ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെയുള്ള സൗണ്ട് പ്ലേ ചെയ്താൽ അവ നമ്മുടെ ചെവി പെർസീവ് ചെയ്യുന്നതിനെയാണ് ലൗഡ്നെസ് എന്ന് വിളിക്കുന്നത്. അത് ഒരുപോലെയല്ല. 2 കിലോ ഹെർട്സ് മുതൽ 5 കിലോ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി കൂടുതൽ ലൗഡായി കേൾക്കും. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് കാണുക. ഏറ്റവും കുറഞ്ഞ സൗണ്ട് പ്രഷർ ലെവലിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ആവൃത്തി റേഞ്ച് ഈ 2 കിലോ ഹെർട്സ് മുതൽ 5 കിലോ ഹെർട്സ് വരെയാണ്. ഇതിനപ്പുറവും ഇപ്പുറവും ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കുവാൻ ഇവയ്ക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ SPL ആവശ്യമാണ്. ഇനി നമുക്ക് മഗർ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഉടനീളം ബാ 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 എന്ന ശബ്ദമാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. എന്നാൽ അവസാന ഭാഗത്ത് ചുണ്ടുകൾ ഫ ഫ ഫ എന്ന് പറയുന്ന പ്രകാരമാണ് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വോയിസ് റെക്കോർഡ് ചെയ്ത് മുഴുവൻ സമയവും പ്ലേ ചെയ്യുന്നത് ബാ 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 എന്നാണ്. നമ്മുടെ തലച്ചോറ് കാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അത് ചുണ്ടനക്കം മനസ്സിലാക്കി ബായ്ക്ക് പകരം ഫ എന്നാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നതാണോ കേൾക്കുന്നതാണോ ശരി? കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ തലച്ചോറ് ആശയക്കുഴപ്പത്തിലാകും. ഇതിനെയാണ് മഗർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ചെവി കൊണ്ട് മാത്രമല്ല കണ്ണുകൊണ്ടും കൂടിയാണ് കേൾക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇനി മറ്റൊന്നുള്ളത് ഓഡിറ്ററി മാസ്കിംഗ് ആൻഡ് കംപ്രഷൻ. നമ്മുടെ ചെവികൾ തലച്ചോറുമായി ചേർന്ന് പ്രവർത്തിച്ച് നാം കേൾക്കുന്ന ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്നു. ചില പ്രതിഭാസങ്ങൾ നമ്മുടെ ശ്രവണ ഉപകരണങ്ങളുമായി, അതായത് ചെവിയിലെ ടിമ്പാനി, അസ്ഥികൾ, കോക്ലിയ മുതലായവയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ശ്രവണനാഡികൾ വഴി ലഭിക്കുന്ന വിവരങ്ങൾ ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കുന്നു. അവയിലൊന്നാണ് ഓഡിറ്ററി മാസ്കിംഗ് എന്ന് വിളിക്കുന്ന പ്രതിഭാസം. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു സംഗതിയാണ്. കാരണം ഇത് ശബ്ദത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തന്നെ മാറ്റിമറിക്കും. ഒരു വലിയ ശബ്ദത്തിനൊപ്പം ഒരു ചെറിയ ശബ്ദം വന്നാൽ നമ്മുടെ ചെവി ആ ചെറിയ ശബ്ദത്തെ അവഗണിക്കും. ഇതിനെ ഓഡിറ്ററി മാസ്കിംഗ് എന്നാണ് പറയുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങൾ ഷവർ ഓണാക്കുകയോ ബാത്റൂം സിങ്കിൽ നിന്ന് വെള്ളം ഒഴുക്കുകയോ ചെയ്യുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. രഹസ്യ സംഭാഷണം നടത്തുമ്പോഴോ വാതിലിന് പുറത്തുള്ള മറഞ്ഞിരിക്കുന്ന മൈക്രോഫോണുകളിൽ നിന്നോ ഒളിഞ്ഞു നോക്കുന്നവരിൽ നിന്നോ കഥാപാത്രത്തിൻ്റെ ശബ്ദങ്ങളുടെ ആവൃത്തികൾ മറയ്ക്കുവാൻ വേണ്ടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ വിശാലമായ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് ഓഡിറ്ററി മാസ്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന MP3 ഫോർമാറ്റുകൾ ഉപയോഗപ്പെടുത്തുന്നതും ഇതേ ടെക്നിക്കാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തലച്ചോറിന് ഉറപ്പുള്ള ശബ്ദങ്ങളെ ആ ഡിജിറ്റൽ ഫയലിൽ നിന്ന് നീക്കം ചെയ്യുന്നു. നമ്മൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു അപൂർണമായ ശബ്ദമാണ്. എന്നാലും കുഴപ്പമില്ല, കാരണം ഫയലിൽ അതുണ്ടായാലും തലച്ചോറിന് അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി
വെറുതെ ഫയൽ സൈസ് വലുതാക്കേണ്ട കാര്യമില്ലല്ലോ. മനുഷ്യ മസ്തിഷ്കം യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ശബ്ദങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ MP3 ഫയലുകളുടെ വലുപ്പം 90% വരെ കുറയ്ക്കാൻ കഴിയും. ഉദാഹരണത്തിന് 50 MB ഉള്ള ഒരു WAV ഫയലിൽ നിന്ന് 5 MB MP3 ഫയലിലേക്ക് മാറ്റാൻ കഴിയും. അതേസമയം മിക്ക ശ്രോതാക്കൾക്കും ഒറിജിനലിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത ശബ്ദ നിലവാരം MP3 നിലനിർത്തുകയും ചെയ്യുന്നു. ഫോണിലെ ചെറിയ സ്പീക്കറിൽ നിന്നോ അല്ലെങ്കിൽ ഹെഡ്സെറ്റുകളിൽ നിന്നോ എങ്ങനെയാണ് ആഴത്തിലുള്ള ബേസ് കേൾക്കുന്നത്? അത് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ആ സ്പീക്കറിന് അത്രയും താണ ഫ്രീക്വൻസി ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ലോ ഫ്രീക്വൻസിയിലുള്ള ബേസ് ഉണ്ടാക്കാൻ സബ് ഊഫറുകളാണ് നാം ഉപയോഗിക്കുന്നത്. അത് വളരെ വലിയ സ്പീക്കേഴ്സാണ്. അപ്പോൾ ഈ വലിപ്പമേറിയ സ്പീക്കർ വേണ്ടെടുത്താണ് നമ്മൾ ചെറിയ സ്പീക്കർ ഉപയോഗിച്ച് ആ ബേസ് സൃഷ്ടിക്കുന്നത്. ഇവിടെയാണ് തലച്ചോറ് ഒരു മാജിക്ക് കാണിക്കുന്നത്. പ്രകൃതിയിൽ ഒരു ശബ്ദവും ശുദ്ധമായ സ്വരമല്ല. ഒരു ബാസ് ഗിറ്റാർ സ്വരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ അതൊരു അടിസ്ഥാന ആവൃത്തി അഥവാ പിച്ച് ഉൽപ്പാദിപ്പിക്കുന്നു. കൂടാതെ ആ ആവൃത്തിയുടെ ഗുണിതങ്ങൾ നാം അതിനെ ഹാർമോണിക്സ് എന്നാണ് വിളിക്കുന്നത്. അതും കൂടി ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് അടിസ്ഥാന സ്വരം 100 ഹെർട്സ് ആണെങ്കിൽ അത് സെക്കൻഡ് ഹാർമോണിക് ആയ 200 ഹെർട്സ്, തേർഡ് ഹാർമോണിക് ആയ 300 ഹെർട്സ്, ഫോർത്ത് ഹാർമോണിക് ആയ 400 ഹെർട്സ് ഇവയൊക്കെ ഉണ്ടാക്കും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇല്ലെങ്കിലും ഓവർടോണുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അവിടെ ഉണ്ടെന്ന് നമ്മുടെ മസ്തിഷ്കം സ്വയം സങ്കല്പിക്കുന്നു. ഇതിനെയാണ് ഫാൻറ്റം ഫണ്ടമെൻ്റൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പാറ്റേണുകൾ തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറ് പരിണമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ചെവി 200 ഹെർട്സ്, 300 ഹെർട്സ്, 400 ഹെർട്സ് എന്നീ ഫ്രീക്വൻസികൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഓഡിറ്ററി കോർട്ടക്സ് അവ 100 ഹെർട്സ് സ്രോതസ്സിൽപ്പെട്ടതാണെന്ന് സ്വയമേവ അനുമാനിക്കുന്നു. അതുകൊണ്ട് 100 ഹെർട്സ് സിഗ്നൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ മസ്തിഷ്കം നഷ്ടപ്പെട്ട ഫണ്ടമെൻ്റലിനെ പുനർനിർമ്മിക്കുന്നു. 50 ഹെർട്സ് ഉള്ള ഒരു ശബ്ദം മ്യൂസിക്കിലുണ്ടെന്നിരിക്കട്ടെ, അത് മൊബൈൽ സ്പീക്കറിന് ഉണ്ടാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മൊബൈലിലെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ അഥവാ DSP അതിൻ്റെ ഹാർമോണിക്സ് നിർമ്മിച്ച് സ്പീക്കറിലേക്ക് അയക്കുന്നു. ആ ഹാർമോണിക്സ് ഹൈ ഫ്രീക്വൻസി ആയതിനാൽ ആ സ്പീക്കറുകൾക്ക് ഹാർമോണിക്സിനെ സൃഷ്ടിക്കാൻ കഴിയും. സ്പീക്കർ ആ ഹാർമോണിക്സുകളെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ 50 ഹെർട്സ് സൃഷ്ടിച്ച് ഇല്ലാത്ത 50 ഹെർട്സിനെ നമ്മുടെ തലച്ചോറ് ഫില്ല് ചെയ്തുള്ളൂ. അപ്പോൾ വലിയ ഊഫർ ഇല്ലാതെ തന്നെ ബേസ് സിഗ്നൽ നാം കേൾക്കുന്നു. അതല്ലെങ്കിൽ നാം കേൾക്കുന്നു എന്ന തോന്നൽ ഉളവാകുന്നു. പക്ഷേ ഇത് ഒരിക്കലും ഒറിജിനൽ ബേസിൻ്റെ അത്ര ഒരു പഞ്ചി ആയിരിക്കില്ല. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമുക്ക് വലിയ സ്പീക്കറിൻ്റെ ആവശ്യമില്ലല്ലോ. എപ്പോഴും ചെറിയ സ്പീക്കർ ഉപയോഗിച്ച് ഹൈ ബേസ് ഉണ്ടാക്കാൻ കഴിയുമല്ലോ. ഈ സൗണ്ട് ബാറുകളിലും ഇതേ വിദ്യ ആണ് ഉപയോഗിക്കുന്നത്. കാരണം സൗണ്ട് ബാറുകളിൽ അത്ര വലിയ സ്പീക്കറുകൾ ഉപയോഗിക്കുന്നില്ല, ചെറിയ സ്പീക്കറുകളാണ് ഉപയോഗിക്കുന്നത്. ആ ചെറിയ സ്പീക്കറുകൾ ഉപയോഗിച്ച് പോലും ഹെവി ബാസ് ഉണ്ടാക്കുന്നത് ഈ DSP ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ചോദ്യം, ചെവി നമ്മെ ചതിക്കുന്നുണ്ടോ? ഉത്തരം ഉണ്ട്. പക്ഷെ അതൊരു നല്ല ചതിയാണ്. അനാവശ്യമായ ബഹളങ്ങൾ ഒഴിവാക്കി ലോകത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ ഈ ഫിൽട്ടറിംഗ് നമ്മെ സഹായിക്കുന്നു. ലോകത്ത് യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ അല്ല നമ്മൾ കേൾക്കുന്നത്. മറിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് തലച്ചോറ് അത് കേൾപ്പിക്കുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ഇത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി അക്കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സയൻസും ടെക്നോളജിയും ചേർന്ന് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു രസകരമായ ശാസ്ത്ര സംബന്ധമായ വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും വളരെ നന്ദി, നമസ്കാരം.